എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്നർ ചൈൽഡ് കൗൺസിലിംഗ് ആൻഡ് ഹീലിങ്ങിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ചില ആളുകൾ എൻ്റെ അടുത്ത് പേഴ്സണലായി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടായ ഉത്തരം, നിങ്ങളുടെ ലൈഫിൻ്റെ മാപ്പിനെ, അതായത് കുട്ടിക്കാലം തൊട്ട് ഇന്ന് ഈ ഒരു ഏജ് വരെ, നിങ്ങൾ 30 വയസ്സാണെങ്കിൽ 30 അല്ലെങ്കിൽ 40 വയസ്സ് അല്ലെങ്കിൽ അതിന് മുന്നിലോ പിന്നിലോ ഏത് ഏജ് ആയാലും ആ ഏജ് വരെയുള്ള ഒരു റൂട്ട് മാപ്പിനെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്ന ഒരു കൗൺസിലിംഗ് ആൻഡ് ഹീലിംഗ് മെത്തേഡാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് വെച്ചാൽ. ഒന്നും കൂടെ ക്ലിയർ ആക്കാം. അതായത് നമ്മൾ ചെറുപ്പം തൊട്ട് ഈ ഒരു ഏജ് വരെ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഇമോഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. എസ്പെഷ്യലി കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോയതാണെങ്കിൽ ആ പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ ഇമോഷൻസൊക്കെ നമുക്ക് അവിടെ ഒരു അറിഞ്ഞോ അറിയാണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ വളർന്നു വരുമ്പോൾ പലപ്പോഴും അതിനെ അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളതിനെ ഓവർകം ചെയ്തു എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കണക്ട് ചെയ്തിട്ടുള്ള പല ഇമോഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇമോഷൻസിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ബേസിക്കലി നിങ്ങളുടെ സെൽഫ് ഡിസ്കവറിക്ക് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ കൗൺസിലിംഗ് ആൻഡ് ഹീലിംഗ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്തു കഴിയുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ തന്നെ കണ്ടെത്തുകയാണ്. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മളുടെ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്തിട്ടുള്ളത്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് ഗുഡിലേക്ക് പോകാൻ പറ്റാത്തത് എവിടെയാണെന്നുള്ള ഒരു കാര്യത്തെ ക്ലിയറാക്കി തരികയാണ് ഈ ഒരു മെത്തേഡിലൂടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.